ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് കേരളം. നവംബർ മാസം അവസാനം ഡിസംബർ ആദ്യത്തോടുകൂടി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2026 ഏപ്രിൽ അവസാനം മെയ് ആദ്യത്തിൽ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത് രണ്ടും കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായി മാറുകയാണ്. കാരണം ഇവിടെ ഈ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ 9.5 വർഷമായിട്ട് LDF ഭരണത്തിൽ കേരളം മുമ്പോട്ട് പോകുമ്പോൾ LDF കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ഊന്നി നേടിയിട്ടുള്ള വികസന കാര്യങ്ങളെക്കുറിച്ചും ഇനിയും വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കോൺഗ്രസ് നയിക്കുന്ന UDF ആണ് പ്രധാന പ്രതിപക്ഷം. കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയാകാനും പ്രതിപക്ഷ നേതാവാകാനും മത്സരം തന്നെയാണ്. അതിന് നീണ്ട നിര തന്നെയുണ്ട്. അതുതന്നെയാണ് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം. 2026 തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ UDFന്റെ ഭാവിയും എന്ന്. കാരണം കോൺഗ്രസ് അവിടെ ഇല്ലെന്നെങ്കിൽ പിന്നെ UDF എന്ന് പറയുന്ന മുന്നണിയും ഉണ്ടാകില്ല. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഘടകകക്ഷികൾ നിരവധിയുണ്ട്. പ്രബലമായിട്ടുള്ള ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്, അതിന് തൊട്ട് പിന്നാലെ കേരള കോൺഗ്രസ്, പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെയുണ്ട്. ഇവരൊക്കെ അവരവരുടേതായ വഴികൾ തേടും. ഒരു വൻവൃക്ഷം മറിഞ്ഞു വീണ് കഴിയുമ്പോൾ അതിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികളൊക്കെ തന്നെ മറ്റു മരങ്ങളിലേക്ക് അഭയം തേടുന്നത് പോലെ മറ്റു മുന്നണികളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. മറ്റു മുന്നണികൾ എന്നെടുത്ത് പറയാൻ ഒരു കാലം വരെ മറ്റു മുന്നണിയായ LDFിലേക്ക് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ അതല്ല, NDA മുന്നണിയും കേരളത്തിൽ പ്രബലമായി വരികയാണ്. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന്റെ ഒരു സെമി ഫൈനൽ ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ ഇവിടെ തീർച്ചപ്പെടുത്തും. കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവി, UDFന്റെ നിലനിൽപ്പ്, ഇവിടെ പ്രധാനമായിട്ടും മുൾമുനയിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തുല്യനായിട്ടുള്ള ഒരാളാണ്. നല്ല ഭരണം മുമ്പോട്ട് പോകുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുമുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേന്ദ്രത്തിലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരേപോലായി മാറുകയാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പലർക്കും ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ഒന്ന് ചിന്തിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്വമില്ലാതെ ബാലിശമായ കാര്യങ്ങളിൽ കറങ്ങി നടക്കുക മാത്രം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ 2014 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, 2016 മുതൽ നമ്മൾക്കറിയാവുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. 2021 LDFന്റെ തുടർഭരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ചെന്നിത്തലയെ മാറ്റി VD സതീശനെ അവരോധിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് പാർട്ടിയിലെ പലരെയും മറിച്ചിടാനും മറിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. അവിടെ പാരയുടെ ബലം പോലിരിക്കും, ഒരാളെ സ്ഥാപിക്കാനും ഒരാളെ മറിച്ചിടാനുമായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത്? പ്രതിപക്ഷ നേതാവിനെതിരെ K. സുധാകരൻ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം പോയി ഇല വെട്ടിയിട്ട് ഓണമുണ്ണാനായിട്ടുള്ള ഉത്സാഹം കാണിച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ജനകീയ പ്രശ്നങ്ങൾ പലതുണ്ടായിട്ടും അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റി? ഓണക്കാലമായപ്പോൾ സർക്കാർ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ജനങ്ങൾക്ക് തൃപ്തി വരുന്ന തരത്തിൽ അവര്
സപ്ലൈകോയിലൂടെ സബ്സിഡി ലഭിക്കപ്പെടുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ലഭ്യമാക്കി കൊടുത്തു. പൊതുവിപണിയിലെ വിലയെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണല്ലോ ഈ സപ്ലൈകോ എന്ന് പറയുന്നത്. അതിലൂടെ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു, ക്ഷേമ പെൻഷൻ കൊടുത്തു, സർക്കാർ ജീവനക്കാർക്ക് ഒരു DA കൊടുത്തു. ഇനിയിപ്പം ഭരണത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് പുതിയ ശമ്പള കമ്മീഷൻ വരും. 5 വർഷം കൂടുമ്പോൾ വരുന്ന ഒന്നാണ് ഈ ശമ്പള കമ്മീഷൻ. അത് എല്ലാവരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. LDFന്റെ കാലത്തും UDFന്റെ കാലത്തും കേരളത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സർക്കാർ ജീവനക്കാരെ മുഴുവൻ പാട്ടിലാക്കുന്നതിന് വേണ്ടി. പക്ഷേ അതാണ് ഏറ്റവും വലിയ കേരളത്തിന്റെ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. സാമ്പത്തിക വിദഗ്ധന്മാർ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കേന്ദ്രം ചെയ്യുന്നത് പോലെ 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം ശമ്പള കമ്മീഷനെ വെക്കുക. അപ്പോൾ കേരളം കൂടുതൽ കടക്കണിയിലേക്ക് പോകില്ല. അതൊരിക്കലും കേൾക്കത്തില്ല. കാരണം വോട്ട് ബാങ്കിലാണ് നോട്ടം. അതുകൊണ്ട് 5 വർഷം കൂടുമ്പോൾ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കേരളത്തിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വേണ്ട തരത്തിൽ ഉണർന്നു പ്രവർത്തിച്ചില്ല. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാവി മാത്രമല്ല, കോൺഗ്രസിലെ ചിലരുടെ ഭാവി കൂടി തീർച്ചപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ രാഷ്ട്രീയ ഭാവി അളക്കും അവിടെ വച്ച്. നിലമ്പൂരിൽ ഇവർ വലിയ വിജയമൊക്കെ കൊയ്തു, ശരിയാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി VD സതീശനും ആഞ്ഞ് പ്രവർത്തിച്ചു. ആ ഒരു തരംഗം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മുതലെടുക്കാൻ കോൺഗ്രസുകാർക്ക് വേണ്ട തരത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. BJP ഉണ്ടാക്കുന്ന ഒരു സ്പേസ് വളരെ വലുതാണ് എന്ന് ഈ കോൺഗ്രസുകാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കോൺഗ്രസിലെ ചിലർ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കോൺഗ്രസ് വട്ടപൂജ്യമാകുന്ന ഒരു കാലത്തിലേക്ക് മാറുന്നു എന്ന് പാലോട് രവി വിളിച്ചു പറയുകയുണ്ടായി. അത് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് ശരിയായ കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയും എടുക്കാച്ചരക്കായി മാറും, VD സതീശനും എടുക്കാച്ചരക്കായി മാറുകയോ ഒക്കെ ചെയ്യും. പല പ്രഗത്ഭന്മാരായിട്ടുള്ള ഉന്നത നേതാക്കന്മാർ ഈ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. ഇത് അധികം വൈകില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകും. BJP എത്ര വോട്ട് നേടുന്നുവോ അത് കോൺഗ്രസിന് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. VD സതീശനെ ആയിരിക്കും കുരിശിലേറ്റാൻ പോകുന്നത്. VD സതീശനെ കോൺഗ്രസ് പാർട്ടി ജനകീയ വിചാരണ ചെയ്യും. പ്രതിപക്ഷ നേതാവിന്റെ ഒരു കഴിവുകേടിന്റെ അങ്ങേയറ്റമായി തീർന്നിരിക്കുകയാണ് കേരളം എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോവുകയാണ്.